വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പൊ ഇതിന് കുറെ കാലമായിട്ടുണ്ടായിട്ട്, കുറെ കാലല്ല, ഒരു വർഷം അല്ല, ഒരു 2 വർഷമൊക്കെ അതിനകത്ത് ഉണ്ടാക്കിയിട്ട്. അപ്പൊ ആ ഒരു സാധനമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കിയാൽ, അപ്പൊ ഇതാണ് ആ സാധനം. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഞാൻ കുറച്ച് പബ്ജി ഒക്കെ കളിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ആ പബ്ജി ഇട്ട നെയിം വെച്ചിട്ട് ഞാൻ എന്റെ തന്നെ ഫേസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമാണിത്. അപ്പൊ ഇത് എനിക്ക് ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എന്റെ അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പൊ അതെനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെലവായ പൈസ എന്ന് വെച്ചാൽ വെറും 30 രൂപ മാത്രമാണ്. അപ്പൊ വെറും 30 രൂപ കൊണ്ടാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് എന്താന്ന് കണ്ടില്ല, ഇതാ ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോ വെറും കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രിന്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിന് ചെലവായതാണ് ഈ 30 രൂപ. ബാക്കിയെല്ലാം നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ, ഇതേപോലെ ഒരു ബോക്സ് ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാ ഇതേപോലെ അത്യാവശ്യം തിക്കുള്ള ഒരു ബോക്സ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വെറും കണ്ടില്ലേ, ഇതാ വെറും ഇതേപോലെ ഹോള് മാത്രമാണ് വരുന്നത്. പക്ഷെ കാണുമ്പോ ഇത് അടിപൊളിയായിരിക്കും. അല്ല, അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് അറിയില്ല. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പൊ നമ്മുടെ പബ്ജിയിലെ നെയിം അവിടെ കൊടുത്തിട്ടുള്ളത് കൂൾ മാൻ. ഇങ്ങനെയാണ് പബ്ജിയുടെ നെയിം നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോ പബ്ജി ഇപ്പൊ കളിക്കണമെന്നില്ല, ആദ്യം കളിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തോന്നിയപ്പോ ഇവിടെ ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാന്ന് തോന്നി, അതുകൊണ്ടാണ് കാണിച്ചു തന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് അടിക്കണേ. 30 രൂപയ്ക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വലിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളിൽ പൈസ ഒന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കാതിരിക്കരുത്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് നമുക്ക് ഇതുപോലെ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചുമലിലൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ചുമലിൽ ഹാങ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചു തരാം കേട്ടോ.